എന്റെ ഈശ്വര, ആരാടി വീണത്? ഞാനല്ലേ കാവ്യ. ആ കസേര ഒടിച്ചു കാണും. ഞാൻ മെഴുകുതിരി പരത്തിയതാ അമ്മേ. അതിന് കസേര തള്ളിയിടണോ? മെഴുകുതിരി പരതുന്ന ഒരാള് ഈ ലോഡ് ഷെഡിങ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ല, നാളെ മറ്റന്നാളോ അവസാനിക്കൂ? അതും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ വേണ്ടത്? ഇരുട്ടത്ത് ജീവിക്കാൻ പഠിക്കുക. ഓ, വരുന്നുണ്ട്, പൂച്ച വരുന്നുണ്ട്. ലോഡ് ഷെഡിങ്ങിന്റെ സമയം കൃത്യമായി നോക്കി പൂച്ച വരുന്നുണ്ട്. എന്റെ പൂച്ചേ, ഇന്നിവിടെ ആകെ ഉണ്ടാക്കിയത് ഒരു പരിപ്പ് കറിയാ. മീനൊന്നും വാങ്ങിയിട്ടില്ല. എന്റെ ഭഗവാനെ, പിള്ളേർക്ക് ഇനി എന്തു കൊടുക്കും? ഓ, ചീനിച്ചട്ടിയാ തട്ടിയിട്ടത്. വെളിച്ചെണ്ണ മുഴുവൻ പോയി. ആരാ, കുമാരേട്ടനാണോ? അതെ. വിജയനുണ്ടോ അവിടെ? വിജയേട്ടൻ പുറത്തു പോയല്ലോ. എവിടെ പോയതാ? മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോയതാ. ഉടനെ വരുമോ? അറിയാൻ വയ്യ. എപ്പോഴാ പോയത്? കഴിഞ്ഞ വെള്ളിയാഴ്ച. രണ്ടിന്റെ ഒച്ച കൊണ്ട് ഉത്തരം പൊട്ടി വീഴുന്ന തോന്നുന്നത്. എന്തൊരു ആത്മാർത്ഥത! ഇപ്പൊ കണ്ട എന്റെ മക്കളാന്ന് തോന്നേയില്ല. പതുക്കെ വായിക്കടി. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ, പഠിച്ചില്ലെങ്കിലും കുറ്റം, പഠിച്ചാലും കുറ്റം. ദേ പിള്ളേരെ, നിങ്ങളുടെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല, തറവാട്ട് വക സ്വത്തുമില്ല. പക്ഷെ ഇങ്ങനെ രണ്ട് പെമ്മക്കൾ എനിക്കുണ്ടല്ലോ എന്ന് വിചാരമില്ലാത്ത ഒരു അച്ഛനുണ്ട് നിങ്ങൾക്ക്. അതാകെയുള്ള സമ്പാദ്യം. രക്ഷ വേണേലും നല്ലോണം പഠിച്ചോ. നാളെ കറണ്ട് പോവാൻ നേരത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിച്ചില്ലേല് എന്റെ വിധം മാറും. ആ, അച്ഛനെ കണ്ടിട്ടല്ലേ മക്കള് പഠിക്കുക. ശ്യാമേ, ഞാനിതാ ഇപ്പൊ വരാട്ടോ എന്നും പറഞ്ഞ് ഇറങ്ങും അച്ഛൻ. പിന്നെ ഒരാഴ്ചത്തേക്ക് ആളുടെ അഡ്രസ് ഉണ്ടാവില്ല. എവിടെ പോയിരുന്നു ചോദിച്ചാ അപ്പൊ തുടങ്ങും. രൂപയുടെ മൂല്യം കുറഞ്ഞു, ഡോളർ മേലോട്ട് പോയി, ഇടത്തരക്കാരൻ പിന്നെയും താഴോട്ട് പോയി എന്നൊക്കെ. ചോദ്യം എന്തോ, ഉത്തരം വേറെന്തോ. ഈ പിള്ളേരുടെ ഗതി എന്താവോ എന്തോ. നല്ലോണം തോർത്ത്. ഇന്ന് തീയതി 6 ആയി കേട്ടോ. വിജയേട്ടൻ വന്നിട്ടില്ല, അതാ. പശുത്തൊഴുത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? പശുത്തൊഴുത്തിന് പശുത്തൊഴുത്തോ? ക്ലാസ്സിൽ വായും പൊടിച്ചിരുന്നാ പോരാ, ശ്രദ്ധിക്കണം. അടുപ്പിലെ തീ കുറക്കടി. പശുത്തൊഴുത്തിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടിപ്പോ ഒരു കാര്യമില്ല. എന്താ ഈ കുട്ടി കാണിക്കുന്നത്? തീ പുള്ളിയെ ചികിത്സിക്കാൻ ഇവിടെ കാശൊന്നുമില്ല. ഞാൻ അങ്ങനെ പലതും പറയും. നിന്ന് കിടങ്ങാട് ഉടുപ്പെടുത്തിട്ടേ. അമ്മ എന്നെ യൂണിഫോം തേച്ചിട്ടില്ല. ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നേ? കാണുന്നില്ലേ? കാണണ്ട. ഈ കാവ്യന്റെ പേനയെടുത്ത് ഒളിപ്പിച്ചു വെച്ചമ്മേ. ദേ, രണ്ടെണ്ണത്തിന് ഇവിടെ പൂട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. പോണേ ഇവിടുന്ന്. കറണ്ടുമില്ല. എന്തായാലും ചുമടെടുത്ത് ജീവിക്കാൻ പിള്ളേർക്ക് പ്രത്യേക പരിശീലനമൊന്നും വേണ്ട. ചേച്ചി ഇന്ന് പൈസ തരാന്നാ പറഞ്ഞിരുന്നത്. വൈകുന്നേരം തരാം. വിജയേട്ടൻ വന്നിട്ടില്ല, അതാ. ആ ശാളെ, ഇന്നലെ രാത്രിയിലത്തെ ഒച്ചയും ബഹളമൊന്നും കേട്ടില്ലേ നീ? ഇല്ല.
നമ്മുടെ ശേഖരൻ കമ്പൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറി. ആണോ? എന്നിട്ട് ഓടിളക്കിയപ്പോ ഒരെണ്ണം കമ്പൗണ്ടറുടെ അമ്മയുടെ തലേ വീണു. നിലവിളിയായി കള്ളനോടി. ഓ ആ ചേച്ചി, ഒരു സംഗതി കേട്ടോ? എന്ത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ നിരക്കിൽ അരി കൊടുക്കുന്നുണ്ടത്രേ. ആ അരി നിനക്ക് കിട്ടില്ല. ഛേ, എനിക്ക് വേണ്ടിട്ടല്ല. നിന്റെ ഭർത്താവിന് സ്കൂൾ മാഷ ജോലി ഉണ്ടായിട്ടും ലീവ് എടുത്ത് ചുറ്റിത്തിരിയുന്നതിന് സർക്കാർ എന്ത് വിളിച്ചു? എനിക്ക് വേണ്ടിട്ടല്ല ചേച്ചി, അറിയാൻ വേണ്ടി. പിന്നെ വിജയേട്ടൻ ചുമ്മാ ചുറ്റിത്തിരിയൊന്നുമല്ല കേട്ടോ, എന്തോ ബിസിനസിന് വേണ്ടി വിജയേട്ടൻ. എന്ത് ബിസിനസ്? അത് കറണ്ട് വന്നോ ആവോ? ശ്യാമള, വിജയനുണ്ടോ മോളെ? വിജയേട്ടൻ കുട്ടികളെയും കൊണ്ട് ഇപ്പൊ സ്കൂളിൽ പോയതേ ഉള്ളൂ അച്ഛാ. കുട്ടികൾ പോകുന്ന കുട്ടികളുടെ ഓട്ടോയിലല്ലേ? അതെ, ഇന്ന് ഓട്ടോ വന്നില്ല, അതാ. അച്ഛൻ കയറിയിരിക്കൂ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ ഊര് തണ്ടിക്ക് വളം വെച്ചു കൊടുക്കുന്ന നീ തന്നെയാ. കുട്ടികളെ സ്കൂളിൽ വിടാൻ പോയത്രേ അവനോ? എൻ്റെ മകൻ വിജയൻ തന്നെയാണല്ലോ ഇപ്പോഴും നിന്റെ ഭർത്താവ്. ആണെങ്കിൽ അവൻ പോയിട്ട് ആഴ്ച വന്നു കഴിഞ്ഞു, ഞാനൊന്നും അറിയുന്നില്ലെന്ന വിചാരം. ചെറുപ്പം പോലെ അവൻ എനിക്ക് തലവേദനയായിരുന്നു. കല്യാണം കഴിച്ചാൽ മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു. ഒറ്റയ്ക്കൊരു കുടുംബം നോക്കാൻ പ്രാപ്തി ഉണ്ടായിട്ടെന്ന് വിചാരിച്ച് വാടക വീട്ടിലാക്കി. 2 മക്കളുണ്ടായെന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല. 2 ഫർളോങ്ങല്ലേ ഉള്ളൂ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക്. അവൻ വരുമ്പോൾ ഒന്നെന്നെ വിവരം അറിയിക്കത്തെന്താ. 6 മാസമായിട്ട് അവനെ തിരക്കി നടക്കാൻ എവിടെയെങ്കിലും എൻ്റെ തലവട്ടം കണ്ടാവൻ വലിഞ്ഞളെ. എന്താ കാരണം? അവൻ്റെ പോക്ക് ശരിയല്ലെന്ന് അവന് തന്നെ അറിയാം. അപ്പം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണിതെല്ലാം. നീ അതിന് കൂട്ടുനിൽക്കാനും. ഞാൻ പറയാറുണ്ട് അച്ഛാ. നീ പറഞ്ഞിടത്തോളം മതി, ഇനി ഞാൻ പറയാം. അവൻ വരുമ്പോൾ നീ എന്തെങ്കിലും സൂത്രം പറഞ്ഞു വിളിക്കുക, കാര്യം എന്നെ അറിയിക്കുക. അത്രയും ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന്. അച്ഛൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വിജയേട്ടനെ. ഞാൻ അവനെ തല്ലാനും കൊല്ലാനൊന്നും പോകുന്നില്ല. പക്ഷെ അവൻ ഈ പോക്ക് പോയാൽ നീയും കുഞ്ഞുങ്ങളും താമസിയാതെ റോഡിലിറങ്ങും, അത്രേ ഉള്ളൂ. അച്ഛൻ, ഞാൻ ചായ ഉണ്ടാക്കാം. വേണ്ട, നിന്റെ കമ്മലോ വളയോ വിറ്റ് വാങ്ങിയ തേയിലപ്പൊടിയും പഞ്ചാരയല്ലേ. ആ ചായ കുടിച്ചാൽ തൊണ്ടേ തങ്ങും. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്കിള് വന്നേ. ആരും എവിടുന്ന് തന്നെ പുകഴ്ത്തി സംസാരിക്കുന്നില്ല. എന്റെ കൈയും കാലും വിറക്കടാ സുഖു. ഇന്ന് വരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത ഞാനിത് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഷൂട്ടിംഗ് കണ്ടിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു മനോധൈര്യമില്ല വിജയേട്ടാ. അതാണ് എനിക്കില്ലാത്തത്. ദേ, ഈ അവസാന നിമിഷം പതറിയാലുണ്ടല്ലോ, ആ സോപ്പ് കമ്പനി മുതലാളിയുടെ കൈയും കാലും പിടിച്ച ഞാനാ. അയാൾക്ക് സോപ്പിന്റെ പരസ്യം എടുക്കണമെന്ന് യാതൊരു ബുദ്ധിയില്ലായിരുന്നു. ഷൂട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട്? അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോൾ അത് ഓർത്തിട്ട് ഒരു കാര്യമില്ല. അഭിനയിക്കുന്ന മോഡൽ നടി എത്തി, ക്യാമറാമാൻ എത്തി, എല്ലാ സന്നാഹമായി. അല്ല, ഞാനും ചോദിച്ചോട്ടെ, വിജയേട്ടൻ ഈ കാലം വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അറിയുന്ന പണികളാണോ? അറിയാത്ത പണി ഞാൻ എന്ത് ചെയ്തു? ഓർത്ത് നോക്ക്, മുമ്പൊരിക്കല് കയറ് പിരിക്കുന്ന കമ്പനി തുടങ്ങാൻ പോയത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. നമ്മുടെ നാട്ടുകാരെ അധിക വില കൊടുത്ത് ആലപ്പുഴ കയർ വാങ്ങും. ഈ കയർ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. സ്കേഴ്സിറ്റി ഓഫ് എ കമാഡിറ്റി ഓൾവേസ് ക്രിയേറ്റ്സ് ഡിമാൻഡ്. നീ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലല്ലോ. അല്ല, അത് നീ എക്കണോമിക്സ് പഠിച്ചോ ഇല്ലയോ? പഠിച്ചിട്ടില്ല. എന്നാ ഞാൻ പഠിച്ചതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? നാട്ടിലുള്ള നാളികേരത്തിന്റെ തൊണ്ട് മുഴുവൻ കളക്ട് ചെയ്ത് കുളത്തിൽ കുതിർക്കാനിട്ടു. ഒടുവിലാ മനസ്സിലായത് കയറുപിരി അറിയാവുന്ന തൊഴിലാളികൾ നാട്ടിലില്ലെന്ന്. തൊണ്ട് മുഴുക്കെ കുളത്തിൽ കിടന്ന് ചീഞ്ഞു നാറി വിജയേട്ടൻ നാട്ടിലാകെ നാറി. അതെനിക്കൊരു പാഠമായിരുന്നു. എന്തു പാഠം? പിന്നൊരിക്കൽ വേപ്പ് മരത്തിന്റെ കമ്പ് വെട്ടി തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ഹെർബൽ ടൂത്ത് ബ്രഷ് അത് വിൽക്കാൻ നടന്നു. ഒടുക്കൊരു തണുപ്പ് കാലത്ത് ഈ വേപ്പിന്റെ ബ്രഷ് മുഴുവൻ കത്തിച്ച് തീ കാഞ്ഞു. വിജയേട്ടന് കുറച്ചറിയാവുന്ന പണി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കല. അത് ചെയ്യാതെ ലീവ് എടുത്ത് നടക്കല്ലേ. ബാക്കി ലോകത്തുള്ള ഒരു പണി അറിയില്ല. അപ്പൊ പിന്നെ ഷൂട്ടിംഗ് ആയാലെന്ത്, തെങ്ങേറ്റായാലെന്ത്. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എനിക്കും താല്പര്യമില്ല സംസാരം തുടരാൻ. അയ്യോ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഷൂട്ടിംഗ് പാർട്ടി എപ്പോഴേ വന്ന് കാണും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേ, ആ തൊപ്പ് എടുത്ത് വെക്കേ. കാഴ്ചയിലെങ്കിലും കുറച്ച് വിവരമുള്ള ആളാന്ന് തോന്നട്ടെ. അല്ലെങ്കിലും അത്യാഗ്രഹികളായ പല സ്കൂൾ മാഷന്മാരും ഇതുപോലെ ലീവ് എടുത്ത് ആഡ് ഫിലിം പിടിക്കുക, ചിട്ടി നടത്തുക, അങ്ങനെയൊക്കെയാ. എന്നാലും ഇത് തീരെ വേണ്ടാത്ത പണിയായിപ്പോയി. ഭയപ്പെടാതെ വിജയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. ഈ സിനിമാ വാരികളൊക്കെ വായിച്ചിട്ടില്ലേ? ഡയറക്ടർ പറയും സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്, അത്ര തന്നെ. ബാക്കി നോക്കാൻ ക്യാമറാമാൻ ഉണ്ടല്ലോ, അഭിനയിക്കാൻ നടിയുണ്ട്. നടി ആദ്യം എന്ത് ചെയ്യും? നടി കുന്തം വിഴുങ്ങും. പറഞ്ഞതൊക്കെ മറന്നോ? നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, അത് സ്ലോ മോഷൻ. ഓഹോ, ഈ നടിക്ക് സ്ലോ മോഷനിലൊക്കെ നീന്താൻ അറിയോ? നടി എന്തിനാ നീന്തുന്നേ? അതൊക്കെ ക്യാമറ ട്രിക്കല്ലേ. ആ ട്രിക്ക് എനിക്കറിയില്ലല്ലോ. എനിക്ക് സ്ലോ മോഷൻ വേണ്ട. നടി സാധാരണ മട്ടിൽ മുങ്ങി നിവരുന്നു, പടവിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്.
ആ സോപ്പ് എടുത്ത് നടി അവളുടെ അർത്ഥനഗ്ന മേനിയിൽ തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകിന്റെ രഹസ്യം പരിമള സോപ്പ്. മനസ്സിലായോ? മനസ്സിലായോന്ന്? എന്തായാലും പെട്ടുപോയില്ലേ? ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണുന്നെ.